ഹാർവ് എക്കറിന്റെ ഈ സീക്രറ്റ്സ് ഓഫ് ദ മില്യനെയർ മൈൻഡ് എന്ന പുസ്തകം ധനസമ്പത്തും സാമ്പത്തിക വിജയവും സംബന്ധിച്ച മനോഭാവങ്ങളും വിശ്വാസങ്ങളുമാണ് പരിശോധിക്കുന്നത്. ധനികരാകാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ സാമ്പത്തിക ചിന്താഗതിയും മനോഭാവവുമാണ് അവരെ വിജയത്തിലേക്കോ പരാജയത്തിലേക്കോ നയിക്കുന്നതെന്ന് എഴുത്തുകാരൻ വിശദീകരിക്കുന്നു. ഈ പുസ്തകം 2 പ്രധാന ഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നു. ആദ്യ ഭാഗത്തിൽ എക്കർ മൈൻഡ്സെറ്റ് റീപ്രോഗ്രാമിംഗ് എന്ന ആശയം വിശദീകരിക്കുന്നു. ഒരു വ്യക്തിയുടെ ധനസമ്പത്തിനെക്കുറിച്ചുള്ള ആന്തരിക വിശ്വാസ വ്യവസ്ഥകളാണ് അവന്റെ സാമ്പത്തിക അവസ്ഥ നിർണ്ണയിക്കുന്നത്. കുട്ടിക്കാലത്തു തന്നെ ഒരാളുടെ മനസ്സിൽ രൂപപ്പെടുന്ന ധനവുമായി ബന്ധപ്പെട്ട അവബോധങ്ങളാണ് ഭാവിയിലെ സാമ്പത്തിക വിജയം നിർണ്ണയിക്കുന്നത്. ഉദാഹരണത്തിന്, ഒരു കുട്ടി എപ്പോൾ മുതൽ പണം ദുഷിച്ച ഒരു കാര്യമാണ് എന്ന ധാരണയോടെ വളർന്നാൽ അവൻ നിർധനനാവാൻ കൂടുതൽ സാധ്യതയുണ്ടാകുമെന്ന് എക്കർ പറയുന്നു. അതിനാൽ തന്നെ നമുക്ക് ധനസമ്പത്തിനെക്കുറിച്ചുള്ള അചേതനമായ മാനസിക രൂപവും മാറ്റി സമ്പത്തു സൃഷ്ടിക്കാൻ ഉതകുന്ന പുതിയ വിശ്വാസങ്ങൾ ഉൾക്കൊള്ളാം. രണ്ടാമത്തെ ഭാഗത്തിൽ ധനികർ പിന്തുടരുന്ന 17 പ്രധാന മനോഭാവങ്ങൾ അവതരിപ്പിക്കുന്നു. നിർധനർ സാമ്പത്തിക പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ധനികർ അവസരങ്ങൾ തിരിച്ചറിയുന്നു, സമ്പന്നർ വലിയ തോതിൽ ചിന്തിക്കുന്നു, പക്ഷേ ദരിദ്രർ ചെറിയ ചിന്തകൾക്കുള്ളിലായി കഴിയുന്നു തുടങ്ങിയ നിരവധി ധനികരാകാനുള്ള മാനസിക ശീലം ആഴത്തിൽ ചർച്ച ചെയ്യുന്നു. ആകെയുള്ളത് സമ്പത്ത് നേടാൻ സാധ്യമായ തന്ത്രങ്ങളും ചിന്താഗതികളും രൂപപ്പെടുത്തുന്നതിന് ഈ പുസ്തകം സഹായിക്കുന്നു. സീക്രറ്റ്സ് ഓഫ് ദ മില്യനെയർ മൈൻഡ് ഒരു പ്രായോഗിക മാർഗദർശിനിയാണെന്നത് ഈ പുസ്തകത്തിന്റെ പ്രത്യേകതയാണ്. ധനിക മനോഭാവം നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ സാമ്പത്തിക ജീവിതം മാറ്റിമറിക്കാൻ ഈ പുസ്തകം ശക്തമായ ഒരു ഉപാധിയാകുമെന്നതിൽ സംശയമില്ല. പുസ്തകം സമ്പത്ത് ആകർഷിക്കാൻ ഉള്ള മനോഭാവം രൂപപ്പെടുത്തുന്നതിനുള്ള മാർഗങ്ങൾ വിശദീകരിക്കുന്നു. പുസ്തകത്തിലെ അധ്യായങ്ങൾ: 1. നിങ്ങളുടെ ധനവികാരശാസ്ത്രം എന്താണ്? 2. നിങ്ങളുടെ ധനവികാരശാസ്ത്രം എവിടെ നിന്ന് വന്നു? 3. നിങ്ങളുടെ ധനവികാരശാസ്ത്രം മാറ്റാനാകുമോ? 4. ഞാൻ എൻ്റെ ജീവിതത്തെ ഞാൻ തന്നെ സൃഷ്ടിക്കുന്നു. 5. ധനവാന്മാർ ധനം ആകർഷിക്കാൻ കളിക്കുന്നു, ദരിദ്രർ ധനം നഷ്ടപ്പെടാതിരിക്കാൻ കളിക്കുന്നു. 6. ധനവാന്മാർ പ്രതിഫലത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നു, ദരിദ്രർ വേതനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നു. 7. ധനവാന്മാർ മികച്ചതിനെ ഉദ്ദേശിക്കുന്നു, ദരിദ്രർ സാധാരണയെ ഉദ്ദേശിക്കാറുള്ളൂ. 8. ധനവാന്മാർ വലിയതിനെ ചിന്തിക്കുന്നു, ദരിദ്രർ ചെറുതിനെ ചിന്തിക്കുന്നു. 9. ധനവാന്മാർ അവസരങ്ങൾ കാണുന്നു, ദരിദ്രർ തടസ്സങ്ങൾ മാത്രം കാണുന്നു. 10. ധനവാന്മാർ ധനവാന്മാരോട് ചേരുന്നു, ദരിദ്രർ ദരിദ്രരോട് ചേരുന്നു. 11. ധനവാന്മാർ സ്വയം പരസ്യം ചെയ്യുന്നു, ദരിദ്രർ സ്വയം മറയ്ക്കുന്നു. 12. ധനവാന്മാർ പ്രശ്നം മറികടക്കുന്നു, ദരിദ്രർ പ്രശ്നത്തിൽ അകപ്പെടുന്നു. 13. ധനവാന്മാർ കൂടുതൽ സ്വീകരിക്കാൻ തയ്യാറാണ്, ദരിദ്രർ കുറച്ചതിൽ സന്തോഷിക്കുന്നു. 14. ധനവാന്മാർ സമ്പത്ത് കെട്ടിപ്പടുക്കുന്നു, ദരിദ്രർ പണം സമ്പാദിക്കുന്നു. 15. ധനവാന്മാർ അവരുടെ പണം നന്നായി നടത്തിപ്പുക, ദരിദ്രർ അങ്ങനെ ചെയ്യാറില്ല. 16. ധനവാന്മാർ പണിക്ക് ജോലി ചെയ്യുന്നു, ദരിദ്രർ പണം മാത്രം വേണ്ടി ജോലി ചെയ്യുന്നു. 17. ധനവാന്മാർ നിരന്തരം വളരാൻ പഠിക്കുന്നു, ദരിദ്രർ ആര്യാപിക്കുന്നു. ഈ പുസ്തകം ധനസമ്പത്ത് ആകർഷിക്കാൻ ഉള്ള മനോഭാവം മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കും. ടി. ഹാർവ് എക്കറിന്റെ പുസ്തകത്തിലെ ആദ്യത്തെ വസ്തുത ഒരു വ്യക്തിയുടെ മനോഭാവവും അതിന്റെ പ്രഭാവവും വിശദീകരിക്കുന്നു. ഈ അധ്യായത്തിൽ എഴുത്തുകാരൻ വ്യക്തമാക്കുന്നത് ധനികരായ ആളുകൾ അവരുടെ ജീവിതത്തിന്റെ നിയന്ത്രണം കൈവശം വയ്ക്കുന്നു, എന്നാൽ ദരിദ്രരായ ആളുകൾ ജീവിതം അവരുടെ മേൽ സംഭവിക്കുന്ന ഒരുപക്ഷേ അതിജീവനയാത്രയായി കണക്കാക്കുന്നു എന്നതാണ്. ധനികർ ഞാൻ എൻ്റെ ജീവിതം സൃഷ്ടിക്കുന്നു എന്ന മനോഭാവം കൈവരിക്കുന്നത് അവരുടെ സാമ്പത്തിക വിജയത്തിൽ വലിയ പങ്ക് വഹിക്കുന്നു. അവർ ആഗ്രഹിക്കുന്ന ജീവിതം രൂപപ്പെടുത്താനുള്ള ശക്തി തങ്ങൾക്ക് ഉണ്ടെന്നും അവരുടെ ധനസ്ഥിതി അവരുടെ തീരുമാനങ്ങളുടെ ഫലമാണെന്നും അവർ വിശ്വസിക്കുന്നു. ഇതിനാൽ അവർ സജീവമായ പ്രവർത്തനം കൈക്കൊള്ളുന്നു. ദരിദ്രർ അതിരുകളാൽ നിറഞ്ഞ മനോഭാവം പുലർത്തുന്നു. ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് അവർ അന്തരീക്ഷം, സർക്കാർ, കുടുംബപരിസ്ഥിതി, ബോസുകൾ, സുഹൃത്തുക്കൾ, ഒപ്പം ബുദ്ധിമുട്ടുകൾ എന്നിവയെ കുറ്റപ്പെടുത്തുന്നു. അവർക്ക് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയില്ലെന്ന് കരുതുന്നു. അതിനാൽ അവസരങ്ങൾ അവരുടെ മുമ്പിൽ എത്തിയാലും അവർ അവ ഉപയോഗപ്പെടുത്തുന്നില്ല. ഹാർവ് എക്കർ പറഞ്ഞതുപോലെ ധനികരാകാനുള്ള ആദ്യത്തെ ഘട്ടം പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കലാണ്. സ്വന്തം തീരുമാനങ്ങളും പ്രവൃത്തികളും ജീവിതത്തെ നിർവചിക്കുന്നു. ധനികർ അവകാശവാദങ്ങൾ, പരാതികൾ, ന്യായീകരണങ്ങൾ എന്നിവയിലേക്ക് വഴുതുന്നില്ല. അതിൻ്റെ പകരം അവർ അവരുടെ ജീവിതത്തിന്റെ ക്യാപ്റ്റൻ ആയി പ്രവർത്തിക്കുന്നു. ദരിദ്ര മനോഭാവമുള്ളവർ പ്രതിസന്ധികളെ ശാപമായി കാണുമ്പോൾ ധനികർ അത് വളർച്ചയ്ക്കുള്ള അവസരമായി കണക്കാക്കുന്നു. ഈ ചിന്താഗതിയിൽ നിന്ന് മാറാൻ ഞാൻ എൻ്റെ ജീവിതം സൃഷ്ടിക്കുന്നു എന്നത് ഒരിക്കൽ കൂടി ചിന്തിക്കുകയും അങ്ങനെ പ്രവർത്തിക്കുകയുമാണ്.
നിങ്ങൾ ജീവിതത്തിൽ എന്ത് നേടണമെന്ന് തീരുമാനിക്കുക, ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുക, പ്രവർത്തിക്കുക, അവസരങ്ങൾ മനസ്സിലാക്കുക എന്നിങ്ങനെ നിങ്ങൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലെത്താൻ ശ്രമിക്കുക. പുസ്തകത്തിലെ 2ാമത്തെ അധ്യായം ശ്രമിച്ചാൽ വിജയിക്കാം, ഭീകരതയിൽ നഷ്ടപ്പെടാം എന്ന ആശയം ധനകാര്യ മനോഭാവത്തെക്കുറിച്ചുള്ള ഒരു ഗുണപ്രദമായ വ്യത്യാസം വിവരിക്കുന്നു. ശരിയായ മനോഭാവം വിജയത്തിന്റെ കാതൽ. പണം സമ്പാദിക്കാനുള്ള സമീപനം ധനവാന്മാരെയും ദാരിദ്ര്യപീഡിതരായവരെയും വേർതിരിക്കുന്നു. ധനവാന്മാർ പണം നേടാനുള്ള ലക്ഷ്യത്തോടെ മുന്നോട്ട് പോകുമ്പോൾ സാധാരണ ആളുകൾ നഷ്ടപ്പെടാതിരിക്കാൻ മാത്രം ശ്രമിക്കുന്നു. ഭാവിയിൽ സമ്പത്ത് വർദ്ധിപ്പിക്കാനോ ധനസമ്പാദനം മെച്ചപ്പെടുത്താനോ ശ്രമിക്കുന്നതിലല്ല, പണം നഷ്ടപ്പെടാതിരിക്കാൻ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് പലരും ചെയ്യുന്നത്. ഈ സമീപനം സാമ്പത്തിക പുരോഗതിക്ക് തടസ്സമാകുന്നു. ആഗ്രഹത്തിന്റെയും പ്രതീക്ഷയുടെയും വ്യത്യാസം. എക്കറിന്റെ അഭിപ്രായത്തിൽ ധനവാന്മാർ സമ്പത്തു ലക്ഷ്യമാക്കി വിജയം നേടാൻ ഉദ്ദേശിക്കുന്നു. അവർ വലിയ സ്വപ്നങ്ങൾ കാണുന്നു, ധീരതയോടെ കർമ്മം ചെയ്യുന്നു, പണം വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിച്ചാണ് അവരുടെ ഓരോ നീക്കവും. മറുവശത്ത് ദരിദ്രർ പ്രധാനമായും എനിക്ക് മതിയാകുന്നത്ര പണം ഉണ്ടാവട്ടെ എന്ന ചിന്തയിലായിരിക്കും. ഇത് അവരുടെ സാമ്പത്തിക വളർച്ചയെ പരിമിതപ്പെടുത്തുന്നു. വിജയത്തിനായി പോരാടാതെ അവർ ദാരിദ്ര്യത്തിൽ നിന്നും രക്ഷപ്പെടാനായി മാത്രം ശ്രമിക്കുന്നു. വിജയികൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ശ്രമിക്കുന്നു. സമ്പത്തുള്ളവർ പണം ഉപയോഗിച്ച് കൂടുതൽ സമ്പാദനം ഉണ്ടാക്കുന്ന രീതി സ്വീകരിക്കുന്നു. അവരുടെ ഉദ്ദേശ്യം വലിയ തോതിൽ സമ്പത്ത് സൃഷ്ടിക്കാനാണ്. അതിനാൽ അവർ പുതിയ അവസരങ്ങൾ അന്വേഷിക്കുകയും ബിസിനസ്സുകളിൽ ഉൾപ്പെടുകയും നിക്ഷേപങ്ങൾ നടത്തുകയും ചെയ്യുന്നു. പക്ഷേ സാധാരണ ജനങ്ങൾ സുരക്ഷിതമെന്ന തോന്നൽ കൊണ്ടാണ് ജീവിക്കുന്നത്. റിസ്ക് എടുക്കാൻ ഭയക്കുന്നവർ സാമ്പത്തികമായി മുന്നേറാൻ കഴിയില്ല. വ്യത്യസ്ത ചിന്താഗതിയും സമീപനവും. സാധാരണ മനുഷ്യർ സ്ഥിരമായ വരുമാനത്തിൽ ആശ്രയിച്ചിരിക്കാൻ താൽപ്പര്യപ്പെടുന്നു. സ്ഥിരമായ ശമ്പളം ലഭിക്കുന്ന ജോലി അന്വേഷിച്ച് അവരുടെ സുരക്ഷിതത്വം നിലനിർത്താനാണ് പ്രധാന ശ്രദ്ധ. എന്നാൽ ധനവാന്മാർ സ്വയം അവസരങ്ങൾ സൃഷ്ടിക്കുകയും സംരംഭങ്ങൾ ആരംഭിക്കുകയും ഭാവിയിലേക്ക് തന്ത്രപരമായ നീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്നു. സമ്പന്നരാകാനുള്ള പ്രതിബദ്ധത. സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള വ്യത്യാസം. ടി ഹർവ് എക്കറിന്റെ പുസ്തകത്തിലെ 3ാം അധ്യായം സമ്പന്നർ സമ്പത്താകാൻ പ്രതിബദ്ധരാണ്, ദരിദ്രർ സമ്പന്നരാകാൻ ആഗ്രഹിക്കുന്നു എന്ന ആശയത്തെയാണ് വിശദീകരിക്കുന്നത്. സാധാരണയായി ധനസമ്പാദനം എന്നത് വലിയൊരു ലക്ഷ്യമാണെന്ന് പലരും കരുതുന്നു. എന്നാൽ എക്കർ വിശദീകരിക്കുന്നത് സമ്പന്നരാകാൻ ഉള്ള ആഗ്രഹം മാത്രം പോരാ, അതിനായി മുഴുവൻ മനസ്സും ആത്മാർത്ഥതയും പ്രവർത്തനസന്നദ്ധതയും വേണം. ധനസമ്പാദനം ഒരു ആഗ്രഹമെന്ന നിലയിലോ മോഹമെന്ന നിലയിലോ കാണുന്നവരിൽ നിന്ന് സമ്പന്നർ വ്യത്യസ്തരാണ്. അവർ അതിനായി നിർഭാഗ്യം, പരിസര സാഹചര്യങ്ങൾ, അപ്രതീക്ഷിത സാഹചര്യങ്ങൾ എന്നിവയെ കാരണമാക്കാതെ തങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ കഠിനപ്രയത്നവും മനസാക്ഷിപൂർവമായ തീരുമാനങ്ങളും എടുക്കുന്നു. ദരിദ്രരാകാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് ധനം സമ്പാദിക്കാൻ അവർ 100% പ്രതിബദ്ധരല്ല എന്നതാണ്. എക്കർ വിശദീകരിക്കുന്നത് പലരും പണം ഉണ്ടാകണമെന്നത് ആഗ്രഹിക്കുമ്പോഴും അതിനായി വേണ്ടിവരേണ്ട എല്ലാ ബുദ്ധിമുട്ടുകളും താങ്ങാൻ തയ്യാറല്ല. അവർ നമ്മൾ നോക്കാം, ശ്രമിക്കാം എന്ന സമീപനത്തിലാണ്. എന്നാൽ സമ്പന്നരാകുന്നവർ ഞാൻ സമ്പന്നനാകും, അതിനായി എന്തും ചെയ്യും എന്ന നിലപാടിലാണ്. ഇത് വ്യക്തമായ ഒരു വ്യത്യാസം സൃഷ്ടിക്കുന്നു. ദരിദ്രർ സമ്പന്നരാകാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ അതിനുവേണ്ടിയുള്ള പൂർണ്ണ ഉത്തരവാദിത്വം സ്വീകരിക്കുന്നില്ല. സമ്പന്നർ സമ്പത്തിനായി ശക്തമായ പ്രതിബദ്ധതയോടെയാണ് മുന്നോട്ടു പോകുന്നത്. അവർ തിരിച്ചറിയുന്നത് അറിയാതെ സമ്പന്നരാകാൻ കഴിയില്ല എന്ന സത്യമാണ്. ഇത് ഒരു മനോഭാവ വ്യത്യാസം മാത്രമല്ല, ജീവിതശൈലി വ്യത്യാസം കൂടിയാണെന്ന് എക്കർ വ്യക്തമാക്കുന്നു. സമ്പന്നരാകാൻ പ്രതിബദ്ധരായവർ അവരുടെ ചിന്താരീതിയും പ്രവൃത്തികളും അതിനനുസരിച്ച് മാറ്റുന്നു. അവർ ധനസമ്പാദനത്തിന്റെ നിയമങ്ങൾ പഠിക്കുകയും ധനസമ്പാദനവുമായി ബന്ധപ്പെട്ട സാധ്യതകളെ അന്വേഷിക്കുകയും നേരിടേണ്ട അവബാധകളെ അതിജീവിക്കുകയും ചെയ്യുന്നു. അതിനാൽ തന്നെ സമ്പത്ത് എന്നത് ഒരു തിരിമറി അല്ല, മറിച്ച് ഒരു ശാസ്ത്രമാണ്. അടിസ്ഥാന പാഠം: സമ്പത്ത് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നത് പോരാ, അതിനായി 100% പ്രതിബദ്ധതയും അർപ്പണബോധവും വേണം. ദാരിദ്ര്യത്തിൽ നീ. 4ാം അധ്യായം സമ്പന്നർ വലുതായി ചിന്തിക്കുന്നു, ദരിദ്രർ ചെറുതായി ചിന്തിക്കുന്നു എന്ന ആശയത്തെ വിശദീകരിക്കുന്നു. വിജയവും ധനസമ്പത്തും നേടാൻ മനുഷ്യന്റെ ചിന്താഗതിക്കുള്ള പ്രാധാന്യം ഈ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നു. സമ്പന്നരായ ആളുകൾ വലുതായി ചിന്തിക്കുന്നു എന്നത് അർത്ഥമാക്കുന്നത് അവർ ആത്മവിശ്വാസത്തോടെ വലിയ ലക്ഷ്യങ്ങൾ ഉദ്ദേശിക്കുകയും അവ നേടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ ദരിദ്രരും മധ്യവർഗക്കാരും ചെറുതായി ചിന്തിക്കുന്നു, അവർ സുരക്ഷിതമായ മാർഗങ്ങൾ തിരഞ്ഞെടുത്ത് സമായ സ്വപ്നങ്ങൾ മാത്രമാണ് കാണുന്നത്. ഈ 2 ചിന്താഗതികളിൽ വലിയ വ്യത്യാസമുണ്ട്. അതിന്റെ ഫലമായി ധനസമ്പാദനത്തിൽ വൻ അകലം ഉണ്ടാകുന്നു. സമ്പന്നരാകാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ചെറിയ ലക്ഷ്യങ്ങൾ സൃഷ്ടിച്ച് അതിൽ കുടുങ്ങി നിൽക്കരുത്.
എക്കർ പറയുന്നു, നിങ്ങൾ എത്രയോ വലിയ ആഗ്രഹങ്ങൾ കൊണ്ടാണ് ചിന്തിക്കുന്നതോ അത്രയേറെ നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കും. അതിനാൽ ജീവിതത്തിൽ നിങ്ങൾ വലിയ ഒരു മാറ്റം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം നിങ്ങൾക്കുള്ള മനോഭാവം മാറ്റേണ്ടതുണ്ട്. ചെറുതായി ചിന്തിക്കുന്നവരുടെ പ്രധാന സ്വഭാവലക്ഷണങ്ങളിലൊന്നാണ് സുരക്ഷിതത്വത്തിനുള്ള താൽപ്പര്യം. അവർ ഭയക്കുന്നു പരാജയത്തെ, മറ്റു ആളുകളുടെ അഭിപ്രായങ്ങളെ, റിസ്കുകൾ എടുക്കുന്നതിനുള്ള മടിയെയും. എന്നാൽ സമ്പന്നർ വലിയ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുകയും അവരുടെ സ്വാധീനവും സാധ്യതകളും പരമാവധി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു. വലിയ ചിന്താഗതിയുള്ളവർക്ക് തങ്ങളുടെ സ്വാധീനം സമൂഹത്തിൽ വ്യാപിപ്പിക്കാനുള്ള മനസ്സുണ്ടാകും. അവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും മറ്റുള്ളവർക്കായി കൂടുതൽ മികച്ച രീതിയിൽ നൽകാനാകുമെന്ന ആത്മവിശ്വാസമുണ്ടാകും. ഇത് അവരുടെ ധനസമ്പാദനം മാത്രമല്ല, മറ്റുള്ളവരുടെ ജീവിതത്തിലും വലിയ മാറ്റം ഉണ്ടാക്കാൻ സഹായിക്കും. അതേസമയം ദരിദ്ര ചിന്താഗതിക്കാരുടെ പ്രധാന പ്രശ്നം അവർക്കുള്ള അഹങ്കാരമാണെന്നും എക്കർ ചൂണ്ടിക്കാട്ടുന്നു. അവർ തങ്ങൾക്ക് ലഭിച്ച ചെറിയ വിജയങ്ങളിൽ തൃപ്തരാവുകയും കൂടുതൽ മുന്നോട്ട് പോകാൻ തയ്യാറാകാതിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ സമ്പന്നർ ഓരോ നേട്ടത്തെയും ഒരു പുതിയ തുടക്കം ആയി കാണുന്നു. ടി. ഹർവ് എക്കർ തന്റെ പുസ്തകത്തിൽ ധനികരായവരും ദരിദ്രരായവരും ലോകത്തെ എങ്ങനെ വ്യത്യസ്തമായി കാണുന്നു എന്നതിനെക്കുറിച്ച് വിശദീകരിക്കുന്നു. 5-ാം അധ്യായത്തിൽ അദ്ദേഹം ഒരാളുടെ ധനസമ്പത്ത് നിർണ്ണയിക്കുന്നത് അവരുടെ ചിന്താഗതിയാണ് എന്ന് വ്യക്തമാക്കുന്നു. സമ്പന്നരായവർ എല്ലായ്പ്പോഴും അവസരങ്ങൾ കണ്ടെത്താൻ ശ്രദ്ധിക്കുമ്പോൾ ദരിദ്രരും മധ്യവർഗക്കാരും ഭീഷണികളും പരിമിതികളും മാത്രമാണ് കാണുന്നത്. ഈ വ്യത്യാസം മനസ്സിലാക്കുന്നത് ധനസമ്പന്നതയിലേക്ക് നീങ്ങാനുള്ള ഒരു പ്രധാന പടിയാണ്. സമ്പന്നരായവർ പുതിയ അവസരങ്ങൾ അംഗീകരിക്കുകയും അവയെ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ദരിദ്രർ പലപ്പോഴും എന്താണ് പ്രശ്നം എന്ന ചിന്താഗതിയിലേക്കാണ് നീങ്ങുന്നത്. അവർക്ക് സാമ്പത്തിക സാധ്യതകളെക്കാൾ ഭീഷണികളാണ് കൂടുതൽ പ്രകടമാകുന്നത്. ഒരു സംരംഭം തുടങ്ങുമ്പോൾ ധനികർ അതിന്റെ വിജയസാധ്യതകളെ മുൻനിർത്തിയാണ് ചിന്തിക്കുന്നത്. അതേസമയം ദരിദ്രർ പ്രശ്നങ്ങൾ എത്രയോ ഉണ്ടാകുമെന്ന് ചിന്തിക്കുകയും പരാജയപ്പെടാനുള്ള ഭയത്തിൽ നിന്ന് പിന്നോട്ടു പോവുകയും ചെയ്യുന്നു. എന്നാൽ ഹർവ് എക്കർ പറയുന്നത് അവസരങ്ങൾ ഒരിക്കലും പരിപൂർണമല്ല, പക്ഷേ അതിൽ എടുത്ത് പ്രവർത്തിച്ചാൽ മാത്രമേ വിജയിക്കാനാവൂ എന്നതാണ്. ധനികർ അവർക്ക് ലഭിച്ച അവസരങ്ങളിൽ നിന്ന് മികച്ചത് എങ്ങനെ നേടാമെന്ന് ചിന്തിക്കുന്നു. അവർ ലാഭസാധ്യതകൾ വിലയിരുത്തുകയും മുന്നോട്ടു പോകാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നു. ഇതിന്റെ വിചിത്രമായ ഉദാഹരണം വ്യവസായ ലോകത്താണ് കാണുന്നത്. ധനികരായ എന്റർപ്രന്യൂറുകൾ ഒരു സംരംഭം ആരംഭിക്കുമ്പോൾ അവർക്ക് മുഴുവൻ ഡീറ്റെയിൽസ് അറിയേണ്ടതില്ല. അവർ തുടക്കം കുറിക്കും, വഴിമധ്യേ പഠിക്കും, അവകാശങ്ങൾ ഉപയോഗപ്പെടുത്തുകയും ഉദ്ദേശിച്ച ലക്ഷ്യത്തിൽ എത്തിപ്പെടുകയും ചെയ്യും. അടുത്തതായി ഹർവ് എക്കർ പറയുന്നു, ചിന്താഗതി മാറ്റം വളരെയധികം പ്രാധാന്യമുള്ളതാണ്. സാമ്പത്തികമായി മുന്നേറണമെങ്കിൽ ആകർഷണ നിയമം പോലെ അവസരങ്ങൾ കാണാൻ മനസ്സിനെ പരിശീലിപ്പിക്കണം. എപ്പോഴെങ്കിലും ഒരു അവസരത്തെ നോക്കുമ്പോൾ ആദ്യം നിങ്ങൾ എന്താണ് കാണുന്നത്? പ്രശ്നങ്ങൾ, അവസരങ്ങൾ? നിങ്ങൾ ശ്രദ്ധിക്കുന്നതിനെ അടിസ്ഥാനമാക്കി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. അനന്തരം ഹർവ് എക്കർ അത്യാവശ്യം ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ജീവിതത്തിൽ നേടാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ധനപരമായ അവസ്ഥയെ മാറ്റണമെങ്കിൽ നിങ്ങൾ നേരത്തെ സ്വീകരിച്ച ചിന്താഗതികളെ ചോദ്യം ചെയ്യണം. പുതിയ അവസരങ്ങൾ കണ്ടെത്താനും അതിനെ ഉപയോഗപ്പെടുത്താനും മനസ്സിനെ തുറന്നിരിക്കാൻ പരിശീലിക്കുക. അടിസ്ഥാനമായി ആകർഷണശക്തിയുള്ള വ്യക്തികളാണ് ധനികർ. അവർ നല്ല അവസരങ്ങൾ സ്വയം ആകർഷിക്കുന്നു. അതിനാൽ നിങ്ങൾക്കും ധനസമ്പന്നത കൈവരിക്കണമെങ്കിൽ അവസരങ്ങളെ തിരിച്ചറിയാനും അത് പ്രയോജനപ്പെടുത്താനും മനസ്സിനെ പരിശീലിപ്പിക്കണം. പ്രശ്നങ്ങളെക്കാൾ അവസരങ്ങൾ കാണുക എന്ന ചിന്താഗതിയുമായി മുന്നോട്ടു പോകുമ്പോൾ നിങ്ങളുടെ ജീവിതം ധനപരമായി മാറ്റം വരുത്തും. 6. സമ്പന്നർ മറ്റ് സമ്പന്നരെയും വിജയികളെയും ആദരിക്കുന്നു. ദരിദ്രർ അവരെ അസൂയപ്പെടുന്നു. പുസ്തകത്തിൽ ധനശാസ്ത്രത്തെയും മനോഭാവത്തെയും കുറിച്ചുള്ള ഈ അധ്യായം വളരെ നിർഭാഗ്യകരമായ ഒരു സത്യം വെളിപ്പെടുത്തുന്നു. സമ്പന്നരായ ആളുകൾ മറ്റുള്ള സമ്പന്നരെയും വിജയികളെയും ആദരിക്കുമ്പോൾ ദരിദ്രരും സാധാരണക്കാരും പലപ്പോഴും അവരെ അസൂയപ്പെടുന്നു. സമ്പന്നരായ ആളുകൾ വിജയകരമായ വ്യക്തികളെ മാതൃകയായി കാണുന്നു. അവരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടു വളരാൻ ശ്രമിക്കുന്നു. ഒരു കോടീശ്വരൻ ആരെങ്കിലും ആകാനാകുമെങ്കിൽ അതിന്റെ പിന്നിലെ രഹസ്യങ്ങൾ പഠിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് സമ്പന്നരുടെ സമീപനം. എന്നാൽ ദരിദ്രർ അതിന് വിപരീതമാണ്. അവർ സമ്പന്നരെയും കോടീശ്വരരെയും കണ്ടാൽ അവരെ അപലപിക്കാൻ ശ്രമിക്കും. അവർ എങ്ങനെ പണം സമ്പാദിച്ചു എന്നതിൽ ആശങ്കപ്പെടാതെ അവർ തട്ടിപ്പിലൂടെ സമ്പാദിച്ചു, അവർക്ക് ഭാഗ്യം മാത്രമേ ഉണ്ടാകാൻ കാരണമായുള്ളൂ, അല്ലെങ്കിൽ അവർ ദുഷ്ടരായിരിക്കും എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. സമൂഹത്തിൽ ധാരാളം പേരുകൾ സമ്പന്നരെയും വിജയികളെയും അപലപിക്കുന്നു. അവർക്കെതിരെ തികച്ചും തെറ്റായ ധാരണകൾ പരത്തുന്നു.
പക്ഷേ ഒരാൾക്ക് സാമ്പത്തികമായി വളരണമെങ്കിൽ അവൻ ഏറ്റവും മുമ്പ് മനസ്സിലാക്കേണ്ടത് സമ്പന്നരോട് തനിക്ക് എങ്ങനെ സമീപനമാണെന്നതാണ്. മറ്റുള്ളവരുടെ വിജയത്തെ ആദരിക്കാതെ തനിക്കും സമ്പന്നനാകാൻ സാധ്യതയില്ല. എക്കർ പറയുന്നു, നിങ്ങൾ വിജയകരമായ ആളുകളെ വിമർശിക്കുകയോ അവരെ അസൂയപ്പെടുകയോ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ മനോഹരമായതും ഊർജ്ജസ്വലമായതുമായ ഒരു സന്ദേശം നിങ്ങളുടെ മനസ്സിലേക്കും അവചേതനയിലേക്കും അയക്കുന്നു. നിങ്ങൾക്ക് സമ്പന്നനാകാൻ ആഗ്രഹമില്ല. ഇതിലൂടെ നിങ്ങൾ സമ്പന്നനാകാനുള്ള എല്ലാ സാധ്യതകളും തള്ളിപ്പറയുകയാണ്. അതിനാൽ ധനവാന്മാരെയും അവരുടെ ജീവിത രീതികളെയും ആദരിക്കാൻ പഠിക്കണം. അവരുടെ വിജയം നിങ്ങൾക്ക് പ്രചോദനം നൽകട്ടെ. ആ മനോഭാവം വരുമ്പോഴേ നിങ്ങൾ ധനസമ്പാദനം നേരത്തെ കണക്കാക്കിയേക്കാവുന്ന വഴി സംഭവിക്കൂ. പുസ്തകത്തിലെ 7-ാമത്തെ അധ്യായം ശ്രേണിച്ചവർ വിജയികളുമായും പോസിറ്റീവ് ആയവരുമായും കൂട്ടുകൂടുന്നു, ദരിദ്രർ നെഗറ്റീവ് അല്ലെങ്കിൽ പരാജയപ്പെട്ട ആളുകളുമായി കൂട്ടുകൂടുന്നു എന്ന ആശയത്തെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. മനുഷ്യന്റെ ചുറ്റുപാടുകളും അവന്റെ സമ്പദ്വ്യവസ്ഥയുമായുള്ള ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ്. വിജയിച്ചവരുടെ ഒരു പൊതുവായ ശീലം അവർ സമാന മനോഭാവമുള്ള വിജയികളുമായാണ് അടുപ്പമുള്ളത്. അവർക്ക് മുന്നോട്ടു പോകാൻ പ്രചോദനം നൽകുന്ന, പുതിയ ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന, വളർച്ചയ്ക്ക് പ്രചോദനം നൽകുന്ന ഒരു സൗഹൃദ വലയം അവർ ഉണ്ടാക്കുന്നു. അതേസമയം ദരിദ്രരായോ പരാജയപ്പെട്ടവരായോ ഉള്ളവർ നെഗറ്റീവ് മനോഭാവമുള്ളവരുമായി കൂടുതലായും ഇടപെടുന്നു. പരാജയത്തിന്റെയും ദുരന്തത്തിന്റെയും കഥകൾ പങ്കുവയ്ക്കുന്ന, സംശയപരമായ ചിന്തകൾ വളർത്തുന്ന, ഭയപ്പെടുത്തുന്ന ഇത്തരം സൗഹൃദങ്ങൾ അവരെ പിന്നോട്ട് തള്ളും. നെഗറ്റീവ് ചിന്താഗതിയുള്ളവരുമായി നീണ്ട ബന്ധം തുടരുമ്പോൾ അതിന്റെ സ്വാധീനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ഹർവ് എക്കർ ഈ അധ്യായത്തിൽ പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തിക നിലയും ജീവിത ഗുണനിലവാരവും മെച്ചപ്പെടുത്തണമെങ്കിൽ നിങ്ങൾക്ക് ശരിയായ കൂട്ടുകാരെ തിരഞ്ഞെടുക്കേണ്ടത് അത്യന്തം നിർണായകമാണ്. വിജയിച്ചവരുടെ ചിന്താഗതിയും ശീലങ്ങളും ഗ്രഹിച്ച് അതിന്റെ ഭാഗമാകുമ്പോഴാണ് വളർച്ച സാധ്യമാകുന്നത്. അതിനാൽ ഒരു വ്യക്തി തന്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്ന 5 ആളുകളുടെ ശരാശരിയാണ് എന്ന് പറയുന്നത് ശരിയാണ്. അതിനാൽ ഹർവ് എക്കർ നൽകുന്ന ഉപദേശം ഇത്: നിങ്ങൾക്ക് ഭാവിയിൽ ധനികനാകണമെങ്കിൽ ധനികരായവരെയും വിജയികളെയും അനുഗമിക്കുക. അവരുടെ ശീലങ്ങൾ പഠിക്കുക. അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവലംബിക്കുക. നേട്ടം നേടുന്നവരായവരിൽ നിന്ന് ഉദ്ദേശ്യശക്തിയും ആത്മവിശ്വാസവും സ്വായത്തമാക്കുക. വിജയം അതിന്റെ രഹസ്യങ്ങൾ പങ്കുവയ്ക്കുന്നവരോടൊപ്പം നിന്നാൽ മാത്രമേ അതിലേക്ക് മുന്നോട്ടു പോകാൻ കഴിയൂ. ഭാഗം 8 സമ്പന്നർ തങ്ങളെയും അവരുടെ മൂല്യത്തെയും പരസ്യപ്പെടുത്താൻ തയ്യാറാണ്, ദരിദ്രർ വിൽപ്പനയെയും പരസ്യത്തെയും പ്രതികൂലമായി കാണുന്നു. ടി. ഹർവ് എക്കർ തന്റെ പുസ്തകത്തിൽ പറയുന്നതനുസരിച്ച് സാമ്പത്തിക വിജയത്തിനുള്ള ഒരു പ്രധാന ഘടകമാണ് സ്വയം പരസ്യപ്പെടുത്താനും തങ്ങളുടെ കഴിവുകളെയും മൂല്യത്തെയും ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാനും ഉള്ള തയ്യാറെടുപ്പ്. സമ്പന്നരും വിജയകരമായ സംരംഭകരും വിൽപ്പനയും മാർക്കറ്റിംഗിനെയും ഒരു അവശ്യ കഴിവായി കാണുമ്പോൾ, ദരിദ്ര മനോഭാവം പുലർത്തുന്നവർ ഇതിനെ ഒരു അവഗണനയുള്ള, അട്ടിമറിക്കുന്ന പ്രവൃത്തിയായി കാണുന്നു. സമ്പന്നമായ മനോഭാവമുള്ളവർക്ക് വിൽപ്പന ഒരു ദൗർഭാഗ്യകരമായ പ്രവൃത്തിയല്ല, മറിച്ച് തങ്ങളുടെ കഴിവുകളും സേവനങ്ങളും മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്താനായുള്ള ഒരു മാർഗമാണ്. ഈ ലോകത്തിൽ ഒന്നും തന്നെ സ്വയം വിറ്റുപോകുന്നില്ല. ഓരോ ഉൽപ്പന്നത്തിനും സേവനത്തിനുമുപരിയായി അതിനെ പ്രശസ്തമാക്കേണ്ടതുണ്ട്. ഈ കാര്യം മനസ്സിലാക്കാത്തവരാണ് സാമ്പത്തിക പ്രഗതിയില്ലാതെ കഴിയുന്നത്. മറ്റുവശത്ത് സാധാരണ മനോഭാവം പുലർത്തുന്നവർ വിൽപ്പനയെ ചിലപ്പോഴും ചതിയാണെന്ന് കരുതുന്നു. ഞാൻ എന്നെ തന്നെ പ്രൊമോട്ട് ചെയ്യേണ്ടതില്ല, എന്റെ കഴിവ് തന്നെ സംസാരിക്കും എന്ന ഒരു തെറ്റായ വിശ്വാസത്തിൽ അവർ കുടുങ്ങുന്നു. എന്നാൽ എക്കറിന്റെ അഭിപ്രായത്തിൽ വൈരുദ്ധ്യമാണിതിന്റെ യാഥാർത്ഥ്യം. ലോകം അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത്. ലോകം ഉപയോക്താവിന് മുന്നിൽ ലഭ്യമായതിനെ മാത്രം അംഗീകരിക്കും. അതിനാൽ തന്നെ തങ്ങളുടെ കഴിവുകളും ബിസിനസ്സും പ്രൊമോട്ട് ചെയ്യാനുള്ള ധൈര്യം നേടിയവരാണ് വിജയിക്കുന്നു. വിപണനം ആത്മവിശ്വാസത്തിന്റെ പ്രകടനമാണ്. ഒരു വ്യക്തിക്ക് താൻ വിലപ്പെട്ടയാളാണെന്നും മറ്റുള്ളവർക്കു സഹായകരമാകുന്ന ഉത്പന്നം സേവനം തൻ സമീപമുള്ളതാണെന്നും വിശ്വസിക്കേണ്ടതുണ്ട്. അതിനാൽ സമ്പന്നർ തങ്ങളെയും തങ്ങളുടെ പ്രോഡക്റ്റിനെയും മുൻനിർത്തി കാര്യക്ഷമമായി വിപണനം നടത്തുന്നു. അതേസമയം ദരിദ്ര മനോഭാവമുള്ളവർ അത് ചെയ്യുന്നതിനെ തള്ളിപ്പറയുന്നു. എക്കർ സമ്മതിക്കുന്നു, എല്ലാവർക്കും വിൽപ്പനയിൽ അഭിരുചിയില്ല. എന്നാൽ സാമ്പത്തികമായി വളരാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് വിപണനം അനിവാര്യമാണ്. വിലപ്പെട്ടതിനെ അടഞ്ഞ കവാടങ്ങൾക്കുള്ളിൽ പൂട്ടിയിടുക ലോകത്തോടുള്ള ഒരു നീതി കാത്ത് നിലനിൽക്കുന്നില്ല. പുസ്തകത്തിലെ 9 അധ്യായത്തിൽ ധനികരും ദരിദ്രരും പ്രശ്നങ്ങളോടുള്ള സമീപനം എങ്ങനെ വ്യത്യാസപ്പെടുന്നു എന്നതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ധനികർ എന്തായാലും അവരുടെ ലക്ഷ്യങ്ങൾ നേടുമെന്ന് ഉറപ്പാക്കുന്നു. അപ്പോഴാണ് അവർ വലിയ വിജയത്തിന് അർഹരാകുന്നത്. അവർ അഭിമുഖീകരിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഒരു തടസ്സമല്ല, മറിച്ച് അവർ വളരുന്നതിനുള്ള അവസരങ്ങളാണ്. അവർക്കു മുകളിൽ ഉയർന്നു നിൽക്കാൻ കഴിയുന്നത്ര മനോഭാവം ഉണ്ടാകുമ്പോഴാണ് സമ്പത്ത് നിർമ്മിക്കാൻ കഴിയുക. മറ്റൊരു വശത്ത് ദരിദ്രർ ചെറിയ പ്രശ്നങ്ങൾ പോലും വലുതായി കാണുന്നു.
അവർ ചെറിയ ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ തന്നെ തളർന്നു പോകുന്നു. അവരെ തടഞ്ഞു നിർത്താൻ പ്രശ്നങ്ങൾക്ക് അധികാരമുണ്ടാകാറില്ല, മറിച്ച് അവർ തന്നെ പ്രശ്നങ്ങൾക്ക് അധികാരമേൽപ്പിക്കുകയാണ്. എക്കർ ഒരു ഉദാഹരണം നൽകുന്നു. ഒരു വ്യക്തിയുടെ പ്രശ്നങ്ങൾ 10-ആം തട്ടിലാണ്, എന്നാൽ അവന്റെ കഴിവ് 5-ആം തട്ടിലാണ്. അപ്പോൾ അവന്റെ പ്രശ്നങ്ങൾ ഭീമകരമായി തോന്നും. എന്നാൽ അവന്റെ കഴിവ് 15-ആം തട്ടിയിലേക്ക് ഉയർത്താൻ കഴിയുമെങ്കിൽ പ്രശ്നങ്ങൾ ചെറിയതായിരിക്കും. അതായത്, ഒരു വ്യക്തിയുടെ വികസനശേഷിയും മനോഭാവവുമാണ് പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള ചാവിക്കോൾ. അതുകൊണ്ടുതന്നെ എക്കർ ഉദ്ദേശിക്കുന്നത് പ്രശ്നങ്ങളെ കുറച്ചു പോക്കുക അല്ല, മറിച്ച് നമ്മുടെ കഴിവ് വർദ്ധിപ്പിക്കുക എന്നതാണ്. ധനികർ ഈ മനോഭാവം ഉണർത്തി പുതിയ അവസരങ്ങൾ തേടുകയും ബുദ്ധിമുട്ടുകളെ പരിഹരിക്കാൻ ഏറ്റവും മികച്ച മാർഗങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നു. ഇതാണ് അവരെ സമ്പന്നരാക്കുന്നത്. അതിനാൽ നിങ്ങളുടെ സാമ്പത്തിക വിജയം നിങ്ങളുടെ പ്രശ്നങ്ങളെ നിങ്ങൾ എങ്ങനെ സമീപിക്കുകയാണ് എന്നതിൽ നിന്നും നിർണ്ണയിക്കപ്പെടുന്നു. നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ നിങ്ങൾ വലിയ ചിന്തകനാകുകയും പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള മനോഭാവം വളർത്തുകയും വേണം. 10. ധനികർ ഉത്തമരൂപത്തിൽ സ്വീകരിക്കുന്നു, ദരിദ്രർ ദയനീയരായി സ്വീകരിക്കുന്നു എന്ന അധ്യായം ധനിക മനോഭാവം വളർത്തുന്നതിനുള്ള ഒരു പ്രധാന പാഠമാണ്. ദരിദ്രതയും സമ്പത്തും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങളിൽ ഒന്ന് സമ്പത്ത് സ്വീകരിക്കുന്ന രീതിയാണ്. ധനികർ സമ്പത്തിനെ ഒരു പ്രീമിയം സമ്മാനമായി കാണുമ്പോൾ, ദരിദ്ര മനോഭാവമുള്ളവർ പണമോ സമ്പത്തോ സ്വന്തമാക്കാൻ അർഹതയില്ലെന്ന ഭാവത്തിലാണ്. വളരെ ആളുകൾ പണം ലഭിക്കുമ്പോൾ അതിന് അർഹരല്ല എന്ന രീതിയിൽ ചിന്തിക്കുന്നു. അവർ പണം നേടുന്നതിനെ അപമാനകരമായി കരുതുകയോ അതിനെ ഒരു കുറ്റബോധം പോലെ അനുഭവപ്പെടുകയോ ചെയ്യുന്നു. സ്വീകരിക്കാനുള്ള മനോഭാവം. എക്കർ ചൂണ്ടിക്കാണിക്കുന്നതുപോലെ ധനികർ പണം ലഭിക്കുമ്പോൾ അതിനെ തീർച്ചയായും അർഹമായ ഒരു പ്രതിഫലമായി കാണുന്നു. അവർ പണം ഒരു പ്രകൃതിദത്തമായ പ്രവാഹം ആണെന്ന മനോഭാവത്തിൽ ജീവിക്കുന്നു. അതിനാൽ അവർ അവസരങ്ങളെ കൈവിടാതെ ആകർഷിക്കാൻ മനസ്സും മനോഭാവവും തുറന്നിരിക്കും. ഇതിന്റെ വിരുദ്ധമായി ദരിദ്ര മനോഭാവമുള്ളവർ സ്വീകരിക്കാൻ തയ്യാറല്ലാത്തവരും ആത്മവിശ്വാസക്കുറവുള്ളവരുമാണ്. ഉദാഹരണത്തിന്, പലരുടെയും അന്തസ്സിനെയും അഭിമാനത്തെയും മറികടന്ന് സഹായം സ്വീകരിക്കാൻ കഴിയാത്ത ഒരു മനോഭാവം ഉണ്ടാകും. ഇവർ സഹായിക്കപ്പെടുമ്പോൾ അവർക്ക് നിരാശയോ കുറ്റബോധമോ അനുഭവപ്പെടാം. പണം, ആത്മാർത്ഥത, ആത്മാഭിമാനം. ഈ അധ്യായത്തിൽ എക്കർ വിശദീകരിക്കുന്നത് പണം സ്വന്തം ജീവിതത്തിൽ സ്വാഗതം ചെയ്യുന്നതിനുള്ള മനോഭാവം വളർത്തുക എന്നതാണ്. പലരും ധനം സമ്പാദിക്കുന്നതിന് ഉപകരണങ്ങൾ അറിയുന്നെങ്കിലും സ്വീകരിക്കാനുള്ള മനോഭാവം ഇല്ലായാൽ അവരിലെ ദാരിദ്ര്യചിന്തനമാണ് മുന്നേറുക. എല്ലാവർക്കും ധനസമ്പത്ത് വരുന്നതിനുള്ള യോഗ്യതയുണ്ട്, പക്ഷേ അതിനായി മനോഭാവം ശരിയാക്കണം. അതിനായി സമ്പത്ത് ഒരു ശാപമല്ല, മറിച്ച് അതൊരു അനുഗ്രഹമാണ് എന്ന ചിന്തയിലേക്ക് മാറണം. ഉറപ്പാക്കേണ്ട കാര്യമെന്ത്? 1. സ്വീകരിക്കുന്നതിൽ മനസ്സ് തുറക്കുക. 2. പണം നേടാൻ അർഹതയുള്ളവൻ തന്നെ ഞാനാണെന്ന് വിശ്വസിക്കുക. 3. അവസരങ്ങളെ പൂർണ്ണമായി ഉപയോഗിക്കുക. 4. കുടുംബത്തിൽ നിന്ന്, സുഹൃത്തുക്കളിൽ നിന്ന്, ബിസിനസ്സിൽ നിന്ന് ലഭിക്കുന്ന എന്തും 1000 നന്ദിയോടെ സ്വീകരിക്കുക. ധനികരാകാൻ ആഗ്രഹിക്കുന്നവരെക്കാൾ ആദ്യം ധനിക മനോഭാവം വളർത്താൻ തയ്യാറാകുന്നവരാണ്. 11. ധനികർ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതിഫലം തിരഞ്ഞെടുക്കുന്നു, ദരിദ്രർ സമയത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതിഫലം തിരഞ്ഞെടുക്കുന്നു. ടി. ഹാർവ് എക്കറിന്റെ പുസ്തകത്തിൽ ധനികർക്കും ദരിദ്രർക്കും ഉള്ള പ്രധാനമായൊരു വ്യത്യാസം അദ്ദേഹം വിവരിക്കുന്നത് ആരോഗ്യകരമായ സാമ്പത്തിക ശൈലി രൂപപ്പെടുത്തുന്നതിലും സമ്പത്ത് നിർമ്മിക്കുന്നതിലും അതിനെ എങ്ങനെ സമീപിക്കുന്നു എന്നതിലാണ്. ഈ അധ്യായത്തിൽ എക്കർ വിശദീകരിക്കുന്നത് സമയത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതിഫലം ലഭിക്കുന്നവർക്കും ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതിഫലം ലഭിക്കുന്നവർക്കുമിടയിൽ ഒരു വലിയ അന്തരം ഉണ്ടെന്നു ആണ്. സാധാരണയായി ദരിദ്ര മനോഭാവമുള്ളവർ അവരുടെ കർശനമായ പ്രയത്നത്തിന്റെയും വേലപ്പാടുകളുടെയും അടിസ്ഥാനത്തിൽ ഒരു സ്ഥിരമായ ശമ്പളം പ്രതീക്ഷിക്കുന്നു. അവർ മാസശമ്പള ജോലികളിൽ അകപ്പെട്ടുപോകുകയും സ്ഥിരതയെ കൂടുതൽ പ്രാധാന്യമിടുകയും ചെയ്യുന്നു. എന്നാൽ സമ്പന്നർ എപ്പോഴും ഈ ഫലങ്ങൾ ലക്ഷ്യമിടുന്നു. സമയം എതിരെയും സമ്പത്ത് നിർമ്മാണം. ദരിദ്രർ ഒരു മാസം മുഴുവൻ ജോലി ചെയ്താൽ മാത്രം ശമ്പളം കിട്ടുമെന്ന് കരുതുന്നു. ഇതിൽ പ്രശ്നം എന്തെന്നാൽ സമയം പരിധിയുള്ള ഒരു സ്രോതസ്സാണ്. ഒരാൾക്ക് ദിവസത്തിൽ 24 മണിക്കൂർ മാത്രമേ ലഭ്യമാകൂ. അതിനാൽ അവർ എത്രമേൽ പരിശ്രമിച്ചാലും അവരുടെ വരുമാനം പരിമിതമാവും. അതിനാൽ തന്നെ ദരിദ്രർ തങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ അകപ്പെടുന്നു. അതേസമയം ധനികർ തങ്ങളുടെ സമയം അകറ്റിവെച്ചുകൊണ്ട് പണം വരുമാനത്തിൽ മാറ്റുന്ന രീതികൾ കണ്ടെത്തുന്നു. ഉദ്യോഗസ്ഥരായ ദരിദ്രർ അവരുടെ സമയം വിറ്റഴിക്കുമ്പോൾ ധനികർ അവരുടെ കഴിവും വിജ്ഞാനവും കായികമല്ലാത്ത രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നു. ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതിഫലം തിരഞ്ഞെടുക്കുന്നത് ബിസിനസ്സുകാർക്കും സംരംഭകർക്കും സംരംഭശീലമുള്ള ആർക്കും സ്ഥിരമായ സമ്പത്ത് സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു പ്രധാന വ്യത്യാസമാണ്.
ഉദാഹരണം, ഒരു സാധാരണ ജീവനക്കാരൻ മണിക്കൂർ അടിസ്ഥാനത്തിൽ ശമ്പളം ലഭിക്കുന്ന ജോലിയിൽ ജോലി ചെയ്യുമ്പോൾ ഒരു സംരംഭകൻ ഒരു ഉൽപ്പന്നം വിപണിയിൽ അവതരിപ്പിച്ച് അതിന്റെ വിജയത്തിലൂടെ പണം സമ്പാദിക്കുന്നു. സംരംഭകർ തങ്ങളുടെ സംരംഭങ്ങൾ നിർമ്മിക്കുകയും വിപുലീകരിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ വരുമാനം വളരുന്നു. അതേസമയം ഒരു ജീവനക്കാരൻ കൂടുതൽ വരുമാനം ലഭിക്കണമെങ്കിൽ കൂടുതൽ സമയം ജോലി ചെയ്യേണ്ടിവരും. ഇത് ദീർഘകാലത്ത് അവർക്ക് ദുർബലമാക്കുന്നു. ഈ ധാരണയെ പ്രയോഗത്തിൽ കൊണ്ടുവരുക. പരിമിതമായ ശമ്പള ജോലിയെ ആശ്രയിക്കുന്നതിനു പകരം ഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ബിസിനസ് മോഡലുകൾ പഠിക്കുക. ആക്റ്റീവ് വരുമാനത്തിൽ നിന്ന് പാസീവ് വരുമാനത്തിലേക്ക് മാറാൻ ശ്രമിക്കുക. പണം സമ്പാദിക്കാൻ പുതിയ വഴികൾ കണ്ടെത്തുക, പ്രത്യേകിച്ച് സ്കെയിലിംഗ് കഴിവുള്ളവ. വാണിജ്യ, ഓൺലൈൻ ബിസിനസ്സുകൾ, നിക്ഷേപങ്ങൾ എന്നിവയിൽ ശ്രദ്ധിക്കുക. ഈ ആശയം ജീവിതത്തിൽ പ്രയോഗിച്ചാൽ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാനാകുമെന്നതിലാണ് എക്കറിന്റെ കാഴ്ചപ്പാട്. 12 ധനികർ രണ്ടിലും ചിന്തിക്കുന്നു. ദരിദ്രർ ഇതോ അതോ ചിന്തിക്കുന്നു. ടി. ഹാർവ് എക്കർ തന്റെ പുസ്തകത്തിൽ ധനികരുടെയും ദരിദ്രരുടെയും ചിന്താരീതികൾ തമ്മിലുള്ള വ്യത്യാസം വിശദീകരിക്കുന്നു. 12-ാം അധ്യായത്തിൽ അദ്ദേഹം പ്രതിപാദിക്കുന്നത് ധനികർ ഒരു വിഷയം ചിന്തിക്കുമ്പോൾ അതിനെ പരിമിതപ്പെടുത്താതെ രണ്ടും ഒരുമിച്ച് സാധ്യമാണോ എന്ന മനോഭാവത്തിലാണ് മുന്നോട്ടു പോകുന്നത്. അതേസമയം ദരിദ്രരും മധ്യവർഗക്കാരും സാധാരണയായി ഇതോ അതോ എന്ന ചിന്താഗതിയിലാണ് ഒതുങ്ങുന്നത്. ഉദാഹരണത്തിന്, സാധാരണ വ്യക്തികൾ ഇങ്ങനെ ചിന്തിക്കാം: ഞാൻ ധനികനാകണോ അല്ലെങ്കിൽ സന്നിധിയുള്ള ഒരു കുടുംബജീവിതം ആഗ്രഹിക്കണോ? നല്ല ശമ്പളമുള്ള ജോലി ആണോ വേണ്ടത്, അല്ലെങ്കിൽ ഞാനിഷ്ടമുള്ള മേഖലയിൽ പ്രവർത്തിക്കണമോ? എന്റെ ബിസിനസ്സിനായോ എന്റെ ആരോഗ്യത്തിനായോ സമയമിടണമോ? ഇവയെല്ലാം പരിമിതമായ ചിന്തകളാണ്, കാരണം അവ രണ്ടിലൊന്നേ സാധ്യമാകൂ എന്ന് ഇവർ ധരിക്കുന്നു. പക്ഷേ ധനികർ ഇതിനു പകരം ഇങ്ങനെ ചിന്തിക്കും: ഞാൻ ധനികനാവുകയും കുടുംബവുമായി സമയം ചെലവഴിക്കുകയും ചെയ്യാനാകില്ലേ? ഞാൻ നല്ല ശമ്പളം നേടുന്ന ജോലിയും സന്തോഷം നൽകുന്ന തൊഴിലും ഒരുമിച്ച് നേടാനാകില്ലേ? ഞാൻ എന്റെ ബിസിനസ് വിജയിപ്പിക്കാനും ആരോഗ്യം നിലനിർത്താനും ഒരുമിച്ച് ശ്രദ്ധിക്കാനാകില്ലേ? ഈ ചിന്താഗതിയാണ് ധനികരോട് ദരിദ്രരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത്. പരിമിതപ്പെടുത്തുന്ന ചിന്തകളും വിശ്വാസങ്ങളും മാറ്റിവെച്ച് കൂടുതൽ അവസരങ്ങൾ കാണാൻ മനസ്സൊരുക്കുമ്പോഴാണ് അവരെക്കുറിച്ച് നന്നായി ചിന്തിക്കാൻ കഴിയുന്നത്. എക്കർ പറയുന്നത് മനസ്സിന്റെ ചിട്ടപ്പെടുത്തലാണ് ഏറ്റവും വലിയ വ്യത്യാസം. ഇത് ജീവിതത്തിലെ ഏത് മേഖലയിലും ബാധകമാണ്. നിങ്ങൾ ഒരിക്കൽ രണ്ടും ഒരുമിച്ച് സാധ്യമാണോ എന്ന ചിന്താഗതിയിലേക്ക് മാറുമ്പോൾ നിങ്ങൾ കൂടുതൽ സവിശേഷമായ സാധ്യതകൾ കാണാൻ തുടങ്ങും. ധനികർ പണം മാത്രം കാണുന്നില്ല. അവർ സമയം, സന്തോഷം, കുടുംബബന്ധങ്ങൾ എന്നിവയെല്ലാം ഒരുമിച്ച് കൈവരിക്കാൻ ശ്രമിക്കുന്നു. ഇതാണ് വിജയത്തിന്റെ രഹസ്യം. അധ്യായം 13 സമ്പന്നർ അവരുടെ നെറ്റ്വർത്തിന് പ്രാധാന്യം നൽകുന്നു, ദരിദ്രർ അവരുടെ വേതനത്തിനാണ് ശ്രദ്ധ നൽകുന്നത്. ടി. ഹാർവ് എക്കർ തന്റെ പുസ്തകത്തിൽ സമ്പത്തിനെക്കുറിച്ചുള്ള ദൃഢമായ മനോഭാവ വ്യത്യാസം വിശദീകരിക്കുന്നു. അധികം ആളുകൾ അവരുടെ മാസവേതനത്തിലോ ദിനവേതനത്തിലോ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അവർക്കായി വരുമാനത്തിന്റെ പ്രധാന രൂപം കഠിനാധ്വാനം ചെയ്ത് ലഭിക്കുന്ന ശമ്പളമാണ്. എന്നാൽ സമ്പന്നർ അങ്ങനെ ചിന്തിക്കുന്നില്ല. അവർ അവരുടെ ആകെ സമ്പത്തായ നെറ്റ്വർത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. നെറ്റ്വർത്തിനെ നിർണ്ണയിക്കുന്ന 4 പ്രധാന ഘടകങ്ങൾ എക്കർ വ്യക്തമാക്കുന്നു: വരുമാനം, ലാഭം, നിക്ഷേപങ്ങൾ, ചുമതലകൾ. സാധാരണക്കാരായ ആളുകൾ പണത്തിനായി പ്രയത്നിക്കുമ്പോൾ ധനികർ പണം തങ്ങളുടെ പകരം പ്രവർത്തിക്കാനാണ് ശ്രമിക്കുന്നത്. ഉദാഹരണത്തിന്, ഒരു സാധാരണക്കാരൻ കൂടുതൽ കഠിനാധ്വാനം ചെയ്യാനും ശമ്പളം വർദ്ധിപ്പിക്കാനുമാണ് ശ്രദ്ധ നൽകുന്നത്. എന്നാൽ ഒരു ധനികൻ പുതിയ നിക്ഷേപ മാർഗങ്ങൾ കണ്ടെത്തുകയും സ്വയം പണം ഉണ്ടാക്കുന്ന സമ്പത്തിന്റെ വലിയ ചിത്രം രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. അഭിപ്രായപരമായി ഒരു വ്യക്തിക്ക് 1 കോടി രൂപ ശമ്പളം ഉണ്ടെങ്കിൽ പോലും അവൾ വൻ ചെലവുകാരനാണെങ്കിൽ സാമ്പത്തികമായി സുരക്ഷിതനല്ല. എന്നാൽ മിതമായ ശമ്പളം ഉണ്ടായാലും നീണ്ട കാലത്തേക്ക് മൂലധനം കൂട്ടി നല്ല നിക്ഷേപങ്ങൾ ഉണ്ടാക്കുന്ന ഒരാൾ സമ്പന്നനാകുന്നു. അതിനാൽ സമ്പന്നരുടെ ചിന്താഗതി എത്ര ആകെ സമ്പത്ത് ഉണ്ടാക്കാം എന്നതാണ്, മറിച്ച് ദരിദ്രർ എത്ര വേതനം ലഭിക്കും എന്ന ചോദ്യത്തിലാണ് കുടുങ്ങുന്നത്. ഈ മാറ്റം മനസ്സിലാക്കുന്നത് ധനസമൃദ്ധിയിലേക്ക് കടക്കുന്ന ഒരു നിർണായക ഘട്ടമാണ്. അതിനായി പണം സ്വരൂപിച്ച് ലാഭമാക്കുകയും നിക്ഷേപങ്ങളെ വർദ്ധിപ്പിക്കുകയും അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഈ ധാരണ വ്യക്തികളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ സഹായിക്കും. പുസ്തകത്തിലെ 14 അധ്യായത്തിൽ സമ്പത്തിന്റെ യഥാർത്ഥ രഹസ്യങ്ങളിൽ ഒന്നായ പണം എങ്ങനെ നിയന്ത്രിക്കണം എന്നത് വിശദീകരിക്കുന്നു. ഏക്കർ വ്യക്തമാക്കുന്നത് പണത്തിന്റെ അളവ് അല്ല, അതിന്റെ കാര്യക്ഷമമായ കൈകാര്യം ചെയ്യലാണ് ഒരാൾ സമ്പന്നനാകുന്നതിന് കാരണം എന്നതാണ്. സമ്പന്നരായ ആളുകൾ അവരുടെ പണം ശാസ്ത്രീയമായി നിയന്ത്രിക്കുകയും തികച്ചും കൃത്യമായ സാമ്പത്തിക തന്ത്രങ്ങൾ പിന്തുടരുകയും ചെയ്യുന്നു. അവർക്ക് മിതവ്യത്വം കൊണ്ടും നിക്ഷേപശീലങ്ങൾ കൊണ്ടും സമ്പത്ത് കൂട്ടാനായിരിക്കും. സമ്പന്നർ ഒരു ഭാഗം ചെലവഴിക്കുകയും മറ്റൊരു ഭാഗം നിക്ഷേപിക്കുകയും ചെയ്യുന്നു.
അവർക്ക് വ്യക്തമായ ബജറ്റും സാമ്പത്തിക ലക്ഷ്യങ്ങളും ഉണ്ട്. ഇതിനായി അവർ സാമ്പത്തിക മാനേജ്മെന്റ് സിസ്റ്റം എന്ന ഒരു സമ്പ്രദായം ഉപയോഗിക്കുന്നു. ഏക്കർ 5 പ്രധാന തന്ത്രങ്ങൾ മുന്നോട്ട് വെക്കുന്നു. 1. ആദായത്തിന്റെ 10% നിക്ഷേപിക്കുക. സമ്പന്നർ അവരുടെ വരുമാനത്തിന്റെ ഒരു ചെറിയ ശതമാനം ദീർഘകാല നിക്ഷേപത്തിന് മാറ്റിവയ്ക്കുന്നു. 2. 10% പഠനത്തിനും വളർച്ചയ്ക്കും. ധനികർ കണക്കിന് ഒരു ഭാഗം അവർക്ക് പുതിയ അറിവുകൾ നേടുന്നതിനും സ്കില്ലുകൾ വികസിപ്പിക്കുന്നതിനുമാണ് ഉപയോഗിക്കുന്നത്. 3. 10% വിനോദത്തിനും ആനന്ദത്തിനും. സമ്പത്ത് കൂട്ടിയെടുക്കുന്നതിന് പുറമേ ജീവിതം ആസ്വദിക്കാനും ഉദ്ദേശിച്ചൊരു തുക മാറ്റിവയ്ക്കുന്നു. 4. 50% അത്യാവശ്യ ആവശ്യങ്ങൾക്ക്, ഭക്ഷണം, താമസം, ഗതാഗതം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പണം ഉപയോഗിക്കുന്നു. 5. 10% ദാനത്തിനായി. സമ്പന്നരായ ആളുകൾ ദാനത്തിനും സ്നേഹപ്രവർത്തികൾക്കും ഒരു ചെറിയ ശതമാനം മാറ്റിവയ്ക്കുന്നു. ഈ രീതി പിന്തുടർന്നാൽ സാമ്പത്തിക നിയന്ത്രണം നേടാനും ദാരിദ്ര്യ ചിന്താഗതിയിൽ നിന്ന് മാറാനും കഴിയുമെന്ന് എഴുത്തുകാരൻ പറയുന്നു. ദരിദ്രർ സാധാരണയായി താൽക്കാലിക സന്തോഷത്തിനായി മുഴുവൻ പണവും ചെലവഴിക്കുകയും പിന്നീടുള്ള സാമ്പത്തിക സുരക്ഷയെക്കുറിച്ച് ഒന്നും ചിന്തിക്കാതിരിക്കുകയും ചെയ്യുന്നു. അതിനാൽ അവർ ഒരിക്കലും സമ്പത്ത് ഉണ്ടാക്കാൻ കഴിയുന്നില്ല. സമ്പത്ത് സമ്പാദിക്കുന്നതിൽ നിന്ന് അതിനെ സംരക്ഷിക്കാനും ആഗ്രഹിക്കുന്നവർക്ക് ഈ അധ്യായത്തിൽ നിന്നുള്ള മാർഗനിർദ്ദേശങ്ങൾ അത്യന്തം പ്രയോജനപ്രദമാണ്. 15 സമ്പന്നർ തങ്ങളുടെ പണം അവരുടെ വേണ്ടി പ്രവർത്തിപ്പിക്കുന്നു. ദരിദ്രർ അവരുടെ പണത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നു. ടി. ഹാർവ് എക്കർ തന്റെ പുസ്തകത്തിൽ പറയുന്നു, ധനവാന്മാരും ദരിദ്രരും പണത്തെ വ്യത്യസ്തമായ രീതിയിൽ സമീപിക്കുന്നു. ധനവാന്മാർ പണത്തെ ഒരു ഉപകരണമായി ഉപയോഗിച്ച് കൂടുതൽ സമ്പത്ത് ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ തേടുമ്പോൾ, ദരിദ്രർ ജീവിതത്തിൽ നേരിടുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പണം നേടുന്നതിനായി കഠിനാധ്വാനം ചെയ്യുന്നു. നമ്മുടെ പലരും തങ്ങളുടെ വരുമാനത്തിനായി സജീവമായി പ്രവർത്തിക്കുമ്പോൾ മാത്രമേ പണമുണ്ടാക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ്. അതായത്, ജോലി ചെയ്യുന്നത് നിർത്തിയാൽ വരുമാനവും അവസാനിക്കുന്നു. ഇതാണ് സാധാരണ മനുഷ്യരുടെ ധാരണ. എന്നാൽ സമ്പന്നർ പണത്തിന് അവരുടെ വേണ്ടി പ്രവർത്തിക്കാൻ ഒരു സംവിധാനം ഉണ്ടാക്കുന്നു. അതായത്, അവരുടെ സമ്പത്ത് വളരാൻ അവർക്കായി പ്രവർത്തിക്കുന്ന ആസ്തികളെ അവർ വികസിപ്പിക്കുന്നു. എക്കർ വിശദീകരിക്കുന്നത്, സമ്പന്നർ അവരുടെ പണത്തെ പല മാർഗങ്ങളിലൂടെയും പ്രവർത്തിപ്പിക്കുന്നു. ഇൻവെസ്റ്റ്മെന്റുകൾ, സ്റ്റോക്കുകൾ, ലാഡമത്, പ്രോപ്പർട്ടി, ജോലിഗതോന്, ബിസിനസ്സുകൾ എന്നിവയെ ആശ്രയിച്ച് അവർ പാസീവ് ഇൻകം സാധനങ്ങൾക്കോ സൃഷ്ടിക്കുന്നു. ഇതിന്റെ പ്രതിഫലം അവർ നേരിട്ട് പ്രവർത്തിക്കാതെ തന്നെ വരുമാനമുണ്ടാക്കാനാവും. എന്നാൽ ദരിദ്രരും ഇടത്തരം വരുമാനമുള്ളവരും തങ്ങളുടെ സമയം വിൽക്കുന്നതിനെയാണ് മുൻഗണന നൽകുന്നത്. അതായത്, ജോലി ചെയ്യുന്നതിനുള്ള പ്രതിഫലമാണ് അവരുടെ വരുമാനത്തിന്റെ ഏക ഉറവിടം. സമ്പന്നമാകാൻ ആഗ്രഹിക്കുന്നവർ തങ്ങളുടെ പണം ബുദ്ധിപൂർവ്വം നിക്ഷേപിക്കുകയും വിവിധ മാർഗങ്ങളിലൂടെ സമ്പത്ത് സൃഷ്ടിക്കാൻ ശ്രമിക്കണമെന്നും എക്കർ ഉപദേശിക്കുന്നു. സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ വരുമാനം മാത്രം പെരുക്കുന്നത് പോരാ, മറിച്ച് വരുമാനം പാസീവ് ആയ രീതിയിലാക്കുകയും അത് പുനരന്യാസം ചെയ്ത് കൂടുതൽ സമ്പത്ത് സൃഷ്ടിക്കാനായി ഉപയോഗിക്കുകയും വേണം. എന്തുകൊണ്ടാണ് ഇത്രയും ആളുകൾ സമ്പന്നരാകാൻ കഴിയാത്തത്? പ്രധാന കാരണം ധനവുമായി ബന്ധപ്പെട്ട അവബോധത്തിന്റെ കുറവാണ്. ഏവരും കഠിനാധ്വാനം ചെയ്യുന്നവരാണ്, എന്നാൽ ധനവാന്മാർ കഠിനാധ്വാനം ചെയ്യുന്നത് മനോരമമായ രീതിയിലാണ്. 16 സമ്പന്നർ ഭയത്തിനെതിരെ പ്രവർത്തിക്കുന്നു. ദരിദ്രർ ഭയം അവരെ നിർത്തിവെക്കുന്നു. ഭയം എങ്ങനെ സാമ്പത്തിക വിജയത്തെ ബാധിക്കുമെന്ന് വിശദീകരിക്കുന്നു. സാമ്പത്തിക വളർച്ചയ്ക്കായി ദൗർബല്യങ്ങളെ മറികടക്കാൻ മനോഭാവം മാറ്റേണ്ടതിന്റെ ആവശ്യകത ഈ അധ്യായത്തിൽ അദ്ദേഹം തുറന്നു പറയുന്നു. മിക്ക ആളുകളും ഭയത്തിന്റെ ഇരകളാണ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിൽ, വലിയ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ, സാമ്പത്തികമായ ഉന്നതിയിലേക്ക് നീങ്ങുന്നതിൽ ഭയം ഒരു പ്രധാന തടസ്സമായി മാറുന്നു. ദരിദ്രരും മധ്യവർഗക്കാരും ഭയത്തെ ഒരു ന്യായമായ തടസ്സമായി കാണുമ്പോൾ സമ്പന്നർ ഭയത്തിനെ അവഗണിച്ച് പ്രവർത്തിക്കുന്നു. അവർക്കറിയാം, ഭയമുണ്ടാകുന്നത് സ്വാഭാവികമാണ്, പക്ഷേ അതിന് കീഴടങ്ങാതെ മുന്നോട്ട് പോവേണ്ടതാണെന്ന്. സമ്പന്നരായ ആളുകൾക്ക് സംശയങ്ങളും ആശങ്കകളും ഉണ്ടാകാം, പക്ഷേ അവർ ഭയത്തിന്റെ പിടിയിൽ നിന്ന് മോചിതരാകാൻ ശ്രമിക്കുന്നു. ഭയം അനുഭവപ്പെടട്ടെ, എങ്കിലും പ്രവർത്തിക്കൂ എന്നതാണ് അവരുടേത്. ഭയത്തിന് കീഴടങ്ങുന്നതിന് പകരം അവർ അത് നേരിടാനും അതിനെ മറികടക്കാനുമുള്ള വഴികൾ തേടുന്നു. ദരിദ്ര മനോഭാവമുള്ളവർ ഭയത്തെ ഒരു തടസ്സമെന്ന നിലയിൽ കാണുന്നു. എനിക്ക് കഴിയുമോ, എനിക്ക് പരാജയമാകുമോ, മറ്റുള്ളവർ എന്നെ പരിഹസിക്കുമോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ അവർ മനസ്സിൽ ആവർത്തിക്കുന്നു. ഈ ചിന്തകൾ അവർക്ക് മുന്നോട്ട് നീങ്ങാനാകാത്ത വിധത്തിൽ അവരെ ആകൃതിമാക്കുന്നു. എന്നാൽ സമ്പന്നർ ഈ ചിന്തകളിൽ അകപ്പെട്ടുപോകുന്നില്ല, പകരം ആ സാധ്യതകളെ സൃഷ്ടിപരമായി ഉപയോഗിച്ച് പടിപടിയായി വിജയത്തിലേക്ക് നീങ്ങുന്നു. ഡെലവെ ഇതിന് ഉദാഹരണങ്ങൾ നൽകുന്നു. ബിസിനസ് സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കുന്ന ആളുകൾ, വൻ സംരംഭകർ, വ്യത്യസ്ത മേഖലകളിൽ മുന്നേറുന്ന വ്യക്തികൾ എല്ലാം ഭയത്തോട് നേരിട്ട് നടത്തുകയും വിജയിക്കുകയുമാണ്.
ഭയം അവർക്കു തടസ്സമാകുന്നില്ല, മറിച്ച് ഒരു ചലനശക്തിയാക്കുകയാണ്. സമ്പന്നർ എപ്പോഴും പഠിക്കുകയും വളരുകയും ചെയ്യുന്നു. ദരിദ്രർ തങ്ങൾക്ക് എല്ലാം അറിയാമെന്നു കരുതുന്നു. വിശദീകരണം. ടി. ഹാർവ് എക്കർ തന്റെ പുസ്തകത്തിൽ 17-ാം അധ്യായത്തിൽ ഒരു അത്യന്തം പ്രധാനപ്പെട്ട മനോഭാവത്തെക്കുറിച്ച് വിശദീകരിക്കുന്നു. സമ്പന്നർ എപ്പോഴും പഠിക്കുകയും വളരുകയും ചെയ്യുന്നു, എന്നാൽ ദരിദ്രർ തങ്ങൾക്ക് എല്ലാം അറിയാമെന്ന് കരുതുന്നു. ഇത് ഒരിക്കൽ മാത്രം പഠിച്ചു നിൽക്കാൻ ഉള്ളതല്ല, ജീവിതാന്ത്യം വരെ തുടരേണ്ട ഒരു സമീപനമാണ്. സമ്പന്നർ വിജയം നേടുന്നതിനായി തങ്ങളുടെ അറിവ് വികസിപ്പിക്കാനും പുതിയ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കാനും തയ്യാറാകുന്നു. അവർ തുടർച്ചയായി പുസ്തകങ്ങൾ വായിക്കുകയും സെമിനാറുകളിൽ പങ്കെടുക്കുകയും മികച്ച ഗുരുക്കന്മാരിൽ നിന്ന് പഠിക്കുകയും ചെയ്യുന്നു. വിജയം ഒരിക്കലും നിശ്ചിതമായ ഒരു സ്ഥിതിയല്ല, മറിച്ച് സ്ഥിരമായ വളർച്ചയും പരിഷ്കാരവുമാണ്. എക്കർ പറയുന്നു, ജീവിതത്തിൽ ധനവാന്മാരാകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമീപനം അനിവാര്യമാണ്. അത് വിരുദ്ധമായി, ധനലഭ്യതയില്ലാത്ത ആളുകൾ തങ്ങൾക്ക് എല്ലാം അറിയാമെന്നു കരുതുന്നു. അവർ പുതിയ ചിന്തകൾക്കും തന്ത്രങ്ങൾക്കും തുറന്ന മനസ്സാകാശമില്ല. അവർക്ക് വിശ്വസിക്കാൻ കഴിയാത്തത് ഞാൻ ഇതിനകം അറിയാം എന്ന അവബോധമാണ്, കാരണം അത് പുതിയ അറിവ് സ്വീകരിക്കാൻ മനസ്സിനെ അടച്ചിടുന്നു. ഇവർ ബുദ്ധിമാന്മാരാണെന്നും എല്ലാവരും ഒരേ രീതിയിൽ കരുതണമെന്നും പഠനത്തിനും ശിക്ഷണത്തിനും ആവശ്യമില്ലെന്നുമാണ് അവരുടെ ധാരണ. ഈ സമീപനം വളർച്ചയുടെ അവസരങ്ങളെ തളർത്തുകയും അവസരങ്ങൾ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. അവർ നേരത്തെ വിജയം നേടിയവരിൽ നിന്ന് പഠിക്കാൻ തയ്യാറാണ്. അതേസമയം ദരിദ്രർ മറ്റുള്ളവരിൽ നിന്ന് പഠിക്കാൻ ലജ്ജിക്കുകയും അവരുടെ അഭിമാനം വളർച്ചയെ തടയുകയും ചെയ്യുന്നു. എക്കർ നമ്മോട് പറയുന്നത്, ജീവിതത്തിൽ സ്ഥിരമായി വിജയം നേടാൻ ഒരു വിദ്യാർത്ഥിയായി തുടരേണ്ടത് അനിവാര്യമാണ്. നമ്മൾ എപ്പോഴും പുതിയതൊന്നും പഠിക്കാതെ തുടരുകയാണെങ്കിൽ ലോകം മുന്നോട്ട് പോകുമ്പോൾ നാം പിന്നിലാക്കപ്പെടും. സമ്പത്തു നേടാൻ മാത്രമല്ല, വിജയകരമായ ജീവിതം നയിക്കാൻ ഈ ദൗർബല്യം മാറ്റിയേ മതിയാകൂ. നിങ്ങളുടെ ചിന്താഗതിയെ എക്കർ വെല്ലുവിളിക്കുന്നു. നിങ്ങൾ എപ്പോഴാണ് അവസാനമായി ഒരു പുതിയ ധാരണ മനസ്സിലാക്കിയത്? ഒരിക്കലും പഠനം നിർത്തരുത്, കാരണം വിജയത്തിന് പിന്നിലെ രഹസ്യം തുടർച്ചയായ വളർച്ചയുമാണ്. പുസ്തകത്തിന്റെ ആസൂത്രിതമായ അവസാന നിഗമനം. ടി. ഹാർവ് എക്കറിന്റെ പുസ്തകം സാമ്പത്തിക വിജയം മനസ്സിലാക്കുകയും അതിനു വേണ്ട മനോഭാവം രൂപപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ശക്തമായ മാർഗദർശിനിയാണ്. സമ്പത്ത് ഒരു പുറംലോക പ്രതിഭാസമല്ല, മറിച്ച് അതിന്റെ മൂലകാരണങ്ങൾ മനസ്സിനുള്ളിലാണ് എന്നതിലാണ് ഈ പുസ്തകത്തിന്റെ അടിസ്ഥാന സന്ദേശം. ധനികരും ദരിദ്രരും തമ്മിലുള്ള വ്യത്യാസം അവരുടെ തൊഴിൽ ശക്തിയിലും അവസരങ്ങളിൽ മാത്രമല്ല, മറിച്ച് അവരുടെ ചിന്തയിലും മനോഭാവത്തിലും ആണെന്ന് എക്കർ വ്യക്തമാക്കുന്നു. ഒരാൾക്ക് സമ്പത്ത് നിലനിർത്താനോ അതേ നഷ്ടപ്പെടുത്താനോ കാരണമാകുന്നത് അവരുടെ ബാല്യത്തിൽ നിന്നും സാമൂഹിക പരിതസ്ഥിതികളിൽ നിന്നും മനസ്സിലുണ്ടാകുന്ന ധനപരമായ വിശ്വാസങ്ങളാണ്. ഈ വെളിച്ചത്തിൽ എക്കർ നമ്മെ നമ്മുടേതായ സാമ്പത്തിക ബ്ലൂ പ്രിന്റ് തിരിച്ചറിയാൻ, അതിലെ കുറവുകൾ മനസ്സിലാക്കാൻ, അവ പരിഹരിക്കാൻ, തുടർന്ന് അതിനെ ധനികമാരായ ആളുകളുടെ ചിന്താസരണിയിലേക്ക് മാറ്റാൻ സഹായിക്കുന്നു. പുസ്തകം 2 ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഒന്നാമത്തെ ഭാഗം നമ്മുടെ സാമ്പത്തിക മനോഭാവത്തെക്കുറിച്ചും രണ്ടാമത്തെ ഭാഗം സമ്പന്നരായ ആളുകളുടെ പ്രത്യേക ചിന്താപദ്ധതികളും ജീവിതശൈലികളും പങ്കുവയ്ക്കുന്നതുമാണ്. സമ്പന്നർ അനുസരിക്കുന്ന 17 പ്രധാന സാമ്പത്തിക നയങ്ങൾ ഈ 2ാം ഭാഗത്തിൽ വിശദമായി വിശദീകരിക്കുന്നു. ഇതിൽ ഞാൻ എൻ്റെ ജീവിതം സൃഷ്ടിക്കുന്നു എന്ന ആത്മവിശ്വാസം, മുഴുവൻ സാധ്യതകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കൽ, അവസരങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവ്, തുടർച്ചയായ പഠനവും വളർച്ചയും തുടങ്ങിയവ ഉൾപ്പെടുന്നു. പുസ്തകത്തിന്റെ അവസാനത്തിൽ എക്കർ നമ്മോട് പറയുന്നത്, വിജയകരമായ സാമ്പത്തിക ജീവിതം നയിക്കാൻ കഴിയുന്നതിന് മനോഭാവവും പ്രവൃത്തികളും തമ്മിലുള്ള കൃത്യമായ ഐക്യമാണ്. സമ്പത്ത് സ്വപ്നം കാണുന്നത് മതി എന്നതല്ല, അതിന് അനുസൃതമായ ആക്ഷനുകൾ സ്വീകരിക്കണം. സമ്പന്നരായവരുടെ ചിന്തകളും ശീലങ്ങളും പഠിക്കുകയും അവ നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിക്കുകയും ചെയ്യുമ്പോഴേ സമ്പത്ത് ആകർഷിക്കാനാകൂ. ധനസമ്പത്തിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്താപരിപാടികൾ മാറ്റാൻ തയ്യാറാണോ? നിങ്ങളുടെ സാമ്പത്തിക ഭാവി നിങ്ങളുടെ കൈകളിലാണ്.